സർവത്ര ശിവ ഇന്ത്യ ഈ വീഡിയോ നമ്മുടെ വിനായകൻ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കുള്ളിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളായിട്ടാണ് പ്രചരിക്കുന്ന വീഡിയോ. എത്രമാത്രം സത്യസന്ധമായ വാർത്തകളാണ് മിക്കവാറും എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനായകനെ പറ്റി ഇന്നല്ല, തുടർച്ചയായിട്ട് വിനായകനെ പറ്റി ഇങ്ങനെയുള്ള ആരോപണങ്ങളല്ല, വിനായകൻ കാട്ടിക്കൂട്ടുന്നത് ചില കോപ്രായങ്ങൾ അവർ നമ്മളെ കൊച്ചിയിൽ വെച്ച് കണ്ടു. പോലീസ് സ്റ്റേഷനിൽ കണ്ടു കഴിയുമ്പോൾ വിനായകൻ മദ്യപിച്ച് ലക്ക് കെട്ട്, നമ്മൾ നാട്ടിൻപുറത്തിൽ പഴഞ്ചൊല്ലുണ്ട്, മദ്യപിച്ച് കഴിഞ്ഞാൽ അത് വയറ്റി കിടക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ മെക്കിട്ട് കയറാൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതാണ് വിനായകനോട് എനിക്ക് തോന്നുന്നത്. വിനായകനെ പറ്റി പറയുമ്പോൾ വിനായകനെ സംബന്ധിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജയിലർ എന്ന് പറഞ്ഞ പടത്തിനകത്ത് നമ്മുടെ രജനീകാന്തിൻ്റെ പ്രതിനായകനായി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര തമിഴ്നാട്ടിലായാലും ഹൈദരാബാദിലായാലും ഏത് പ്രദേശം ഇന്ത്യയിലൊട്ടാകെ ഒരു പബ്ലിസിറ്റി നേടാൻ ഈ ജയിലർ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം മലയാളിയായിരുന്ന നടന്, പ്രത്യേകിച്ച് വിനായകനെ പോലെ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഇത്ര രജനീകാന്തിനെ പോലുള്ള ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിനായകനായിട്ട് എന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അതിനുശേഷം വിനായകൻ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും വളരെ അസഹനീയമായിട്ട് പോവുകയും ചെയ്യും. വിനായകനെ ന്യായീകരിച്ചുകൊണ്ട് പലരും പലപ്പോഴും വരുന്നത് ജാതിയുടെ പേരിൽ വിനായകനെ ക്രൂശിക്കുന്നു, വിനായകനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ആരെങ്കിലും ആയിരുന്നു അവരോട് ഇങ്ങനെ പെരുമാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറും അറിയപ്പെടുന്ന ഒരു നടന്മാരും ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പൊതുജനത്തിലോ അതുപോലെ പോലീസ് സ്റ്റേഷനിലോ ഒന്നും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇനി പെരുമാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, അവർക്കെതിരെ കേസും എടുത്തിട്ടില്ല. അപ്പം ജാതിയോ അതുപോലെ സൗന്ദര്യമോ സൂപ്പർ സ്റ്റാറോ എന്നുള്ള പറയുന്നത് ഒരാൾ ബഹുമാനിക്കാൻ, ഓരോ വ്യക്തികളെയും ബഹുമാനിക്കാൻ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അതിന് ഈ മദ്യപിച്ച് ഇങ്ങനെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയാൽ അത് ജനങ്ങളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ കൊച്ചി വെച്ച് ഒരു പോലീസ് സ്റ്റേഷൻ നടന്ന സംഭവം ഇപ്പം ഈ അവസരത്തിൽ പരാമർശിക്കാതെ നിവൃത്തിയില്ല കേട്ടോ. അപ്പം അത് കാണുന്നതിന് മുമ്പ് ഹൈദരാബാദ് വെച്ചുണ്ടായെന്ന് പറയുന്ന ചില വീഡിയോകൾ വീണ്ടും പ്രചരിക്കുന്നുണ്ട്. നമുക്കതും കൂടെ കാണാം. എന്ത് മോശമായിട്ടാണ് പ്രതികരിക്കുന്നത് അല്ലേ? അതാണ് പ്രശ്നം. ഒരു മനുഷ്യൻ്റെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രതികരണശേഷി വേണം, പക്ഷെ അത് മാന്യമായ ഭാഷയിൽ പ്രതികരിക്കാൻ പറ്റണം. പ്രത്യേകിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില കൺട്രോളുകൾ പലപ്പോഴും തെറ്റിപ്പോകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിനായകനുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്കത് ഫലവത്താണ്. ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മരണവുമായി വേണ്ടി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായില്ലേ, അന്ന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പം വിവാദങ്ങളിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വളരെയധികം മോശമാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വിനായകനെ സംബന്ധിച്ച് വിനായകന് നല്ല മികച്ചു നിൽക്കുന്നൊരു വർഷമായിരുന്നു. ജയിലർ വന്നതിന് ശേഷം വിനായകൻ പല പടങ്ങളിലെ പല സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിനായകനായിട്ടൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രദേശങ്ങളിലും വിനായകനെ ഇഷ്ടപ്പെടുകയും തമിഴ്നാട്ടിലേക്ക് വാർത്താ ചാനലുകളിൽ ഇത് വാർത്തയായിട്ട് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം വാർത്തയായിട്ട് വരുമ്പം തമിഴ്നാട്ടുകാരും അറിയപ്പെടുന്ന ഒരു നടനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇമേജ് മാത്രമേ തകരത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ കരിയറിന് അത് കോട്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിനായകൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് റോൾ എന്നെ ആരും വിളിക്കാറില്ല. ഇതിങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാകാം അല്ലേ. നമുക്ക് കൊച്ചിയിലെ വീട്ടിൽ വെച്ച് നടന്നൊരു
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ വിളിച്ച് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കേരളത്തിലുണ്ടായ അവസ്ഥയും ഇതിന് സമാനമായൊരു അവസ്ഥ തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോകൾ നേരത്തെ നമ്മൾ ഒരു കൊല്ലത്തിന് മുമ്പാണ്. നമുക്കതൊന്ന് കാണേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വിനായകൻ്റെ ഏകദേശം സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത നമുക്ക് മനസ്സിലാവും. നമുക്കതും കൂടെ ഒന്ന് കാണാം. എന്നെ കുത്തി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോലീസാന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? എനിക്കറിയേണ്ടത് എന്നെ കുത്തിക്കൊല്ലണതിന് മുമ്പ് ഞാൻ ആരാന്നുള്ളതാണ്. എന്നെ കുത്തിക്കൊല്ലണതിന് മുമ്പ് ഞാൻ ആരാണ്, ഈ കുത്തിക്കൊന്ന ആളാരാന്ന് എനിക്കറിയണം. എന്നെ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് എന്ത് പറയാൻ? എന്നെ കുത്തി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോലീസാന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? എനിക്കറിയേണ്ടത് എന്നെ കുത്തിക്കൊല്ലണതിന് മുമ്പ് ഞാൻ ആരാന്നുള്ളതാണ്. എന്നെ കുത്തിക്കൊല്ലണതിന് മുമ്പ് ഞാൻ ആരാണ്, ഈ കുത്തിക്കൊന്ന ആളാരാന്ന് എനിക്കറിയണം. ഞാൻ തീട്ടത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഞാൻ തീട്ടത്തിൽ നിന്ന പട്ടിയാണ്. എന്നെ ഉച്ചിട്ട് പേടിപ്പിക്കണ്ട. അന്ന് ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴും എന്താ പറയുന്നത്, ഞാൻ അന്നേരം വിചാരിച്ചു ഈ സാധാരണക്കാരായ നമ്മളെക്കാൾ പോലുള്ളവരൊക്കെ ഈ പോലീസിനോട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പോയാലേ ചെവിക്കലിട്ട് അടിയേറ്റില്ലേ. ഏതായാലും വിനായകനോട് ഇത്രയെങ്കിലും അവരെ ഇത്രയെങ്കിലും പിടിച്ചു നിന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നല്ല മനസ്സാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ തന്നെ പഠിക്കണം. ഏത് കാര്യം ഞാൻ പറയുന്നത് പോലീസും അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരോടും എല്ലാം നമുക്ക് കാര്യങ്ങൾ പറയാം. നമുക്കൊരു മാന്യമായ ഭാഷയുണ്ട്. അവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇപ്പം നമ്മളുടെ ഒരു കൂട്ടുകാരൻ, അടുത്ത കൂട്ടുകാരൻ ഒരു പോലീസിലെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അവനോട് നമ്മൾ പേഴ്സണായിട്ട് കാണുമ്പോൾ എടാ പോടാ ബന്ധമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവൻ്റെ ഓഫീസിൽ നിന്ന് അവനെ കാണുമ്പോൾ സാറേ എന്ന് വിളിച്ച് തന്നെ നമ്മൾ സംബോധന ചെയ്യണം. അത് അവന് നമ്മൾ കൊടുക്കുന്ന ആ ഉദ്യോഗത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലേ. അതാണ് നമ്മൾ സാധാരണ പാലിക്കേണ്ടത്. അല്ലാതെ നമ്മളവിടെ പോയി തോളത്ത് കൈയിട്ട് എടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ പേഴ്സണൽ ടോക്കിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക തന്നെ വേണം. പക്ഷേ വിനായകൻ പലപ്പോഴും അതിന് മുതിരാറുമില്ല. അത് അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് പല സപ്പോർട്ടുമായിട്ട് പലരും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജാതി അടിസ്ഥാനമാക്കി പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറോ വേറെ ഏതെങ്കിലും നടന്മാരാണെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലായിരുന്നു, പോലീസുകാർ കുമ്പിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇത് അങ്ങനെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയാലും ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളായാലും അവരൊന്നും ഇങ്ങനെ കാണിക്കുന്നതായിട്ട് നമ്മൾ വീഡിയോ കാണാറില്ല അല്ലേ. കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാറുള്ളൂ. അപ്പോൾ ഇതാണ് വിനായകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കൊടുക്കേണ്ട ഒരു പദവി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലായാലും നമ്മുടെ വ്യവസ്ഥയിലായാലും ഇത് ഓരോ പദവിക്ക് അതിൻ്റേതായ എന്താ പറയുക മാന്യതയുണ്ട്. അത് നമ്മൾ കൊടുക്കണം. ഇപ്പം വിനായകനായാലും ഏത് നടൻ ഏത് സൂപ്പർ സ്റ്റാർ ആയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വിനായകനായതുകൊണ്ട് അതിന് യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇനിയും വിനായകൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ ആയിരിക്കും ഒരുപക്ഷെ മോശം ഉണ്ടാകുന്നത്. ഇതൊക്കെ ആരോട് പറയാം അല്ലേ. അപ്പം ലാസ്റ്റ് എനിക്ക് ഓർമ്മിപ്പിക്കാൻ എന്നേ ഉള്ളൂ, വെള്ളം അടിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ കഴിക്കുന്ന വെള്ളം വയറ്റിൽ കിടക്കണം. മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാൻ ഉപയോഗിച്ചാൽ അത് പണി പാളും. ഓക്കെ, മറ്റൊരു വിശേഷമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.